നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് തെങ്കര മണലടിയിൽ വീടിന്റെ ഭിത്തി തകർന്ന വയോധിക മരിച്ച സംഭവം. UDF അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചെന്നാരോപിച്ച് LDF പ്രവർത്തകർ സെക്രട്ടറിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥയെ ഉപരോധിച്ചു. മരണം പോലും വോട്ടാക്കി മാറ്റാനാണ് MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചതെന്നും ആരോപണം. വീട് പൊളിക്കാൻ പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് സെക്രട്ടറി ഇൻചാർജ്. കണ്ടമംഗലം പുറ്റാനിക്കാട് ഭർത്തൃപിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം. യുവതി അറസ്റ്റിൽ. കളത്തുംപടിയൻ ഷബ്നയെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണാർക്കാട് നഗരസഭാ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും നൽകിയ ഗുളികയിൽ ലോഹക്കഷ്ണം കണ്ടെത്തിയ സംഭവം. സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. ജില്ലാ മെഡിക്കൽ ഓഫീസറോടും നഗരസഭാ സെക്രട്ടറിയോടും അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരം ചന്തപ്പുര ടൗണിൽ നിന്നിരുന്ന തണൽമരം അർദ്ധരാത്രിയിൽ സാമൂഹ്യവിരുദ്ധർ മുറിച്ചുമാറ്റി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളും. ശക്തമായ അന്വേഷണം വേണമെന്ന് ജനകീയ സമിതി. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന സംഭവം. സുരക്ഷയും പഠന സൗകര്യവും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ സമരത്തിൽ. സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥിതിയൊന്നും വിദ്യാർത്ഥികൾ. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് തെങ്കര മണലടിയിൽ വീടിന്റെ ഭിത്തി തകർന്നു വീണ് വയോധിക ഫാത്തിമ ബി മരിച്ച സംഭവത്തിൽ UDF അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചെന്നാരോപിച്ച് LDF പ്രവർത്തകർ സെക്രട്ടറിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥയെ ഉപരോധിച്ചു. വയോധികയുടെ മരണം പോലും വോട്ടാക്കാനാണ് മണ്ണാർക്കാട് MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചതെന്നും ഇവർ ആരോപിച്ചു. പഴയ സോഫ്റ്റ്വെയർ തന്നെ മാറി പുതിയ സോഫ്റ്റ്വെയറായിട്ട് ഇരിക്കുകയാണ്. അത് ആണ് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എഗ്രിമെൻറ്റ് വെച്ച ഉടനെ ഇവർ വീട് പൊളിച്ചു കിട്ടും. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഫാത്തിമ ബിയുടെ മരണത്തിന് ഉത്തരവാദി ലൈഫ് ഭവന പദ്ധതിയാണെന്ന UDF നേതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഫാത്തിമ ബി ഇക്കഴിഞ്ഞ ഏപ്രിൽ 24-നാണ് എഗ്രിമെന്റ് വെച്ചത്. വീടിന്റെ മേൽക്കൂര പൊളിക്കാൻ പഞ്ചായത്തിൽ നിന്ന് ആരും നിർദ്ദേശം നൽകിയിട്ടില്ല. മുസ്ലിം ലീഗുകാരനാണ് വീടിന്റെ മേൽക്കൂര പൊളിക്കാൻ പറഞ്ഞത്. മേൽക്കൂര ഇല്ലാത്തതിനാലാണ് മഴയിൽ ചുമർ ഇടിഞ്ഞു വീണത്. സൂപ്പർ മെമ്പറായി സ്വയം രംഗത്ത് വന്ന മുസ്ലിം ലീഗുകാരൻ പഞ്ചായത്ത് അംഗത്തെ പോലും മറികടന്നാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഉദ്യോഗസ്ഥർ എന്തിനാണ് ഇയാളെ ഒപ്പം കണ്ടു നടക്കുന്നതെന്നും പ്രതിഷേധക്കാർ ചോദിച്ചു. ഈ 5 വർഷം കൊണ്ട് വീടുകൾ കൊടുത്തിട്ടില്ലേ? അതിൻ്റെ കണക്കുകൾ എടുത്തില്ലേ? ഈ മണ്ണടിയിൽ മാത്രം ഈ അപകടം നടന്ന സ്ഥലത്ത് മാത്രം കൊടുത്ത വീടുകളില്ലേ? അതെങ്കിലും നിങ്ങൾ പറയണ്ടേ ജനങ്ങളോട്? ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഈ പഞ്ചായത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി കള്ളന്മാരാവില്ലേ? അത് നിങ്ങളല്ലേ പറയേണ്ടത്? അതേ അപകടം നടന്ന സ്ഥലത്ത് 5ഓളം വീടുകൾ ലൈഫ് മിഷനിലൂടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ അപകടമുള്ള ഇരുനില ഒരു 2 സൈഡിലും വീടുള്ള ഒരു കോളനിയാണത്. അതിൻ്റെ ഒരു ഭാഗത്ത് പൊളിച്ചു മാറ്റി മറുഭാഗം പൊളിച്ചു മാറ്റാതെ ഭാഗികമായി പൊളിച്ചു മാറ്റാതെ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ ഈ ഭരണസമിതിയുമായി ബന്ധമില്ലാത്ത ഒരാൾ അവിടെ പോയി ഇത് പൊളിച്ചു മാറ്റാൻ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയും? അലിവേഗ പറഞ്ഞ പോലെ ഒരു സൂപ്പർ മെമ്പർ ചമയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളിവിടെ നിങ്ങൾ ഇവിടെ അതിനൊരു പെർമിഷൻ കൊടുത്തു എന്നുള്ളൊരു ധാരണ ഉണ്ട് ജനങ്ങൾക്ക്. അല്ല ഈ പഞ്ചായത്തിലെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഈ ആൾക്ക് എന്താ പോവുക? ഇയാളെ കൂടെ പോകാൻ ഇവരാരാ? ഒരു പഞ്ചായത്ത് മെമ്പറുടെ കൂടെ പോകുന്നതിൽ ഞങ്ങൾ അംഗീകരിക്കാം. ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അതിദാരുണമായ ദുരന്തത്തെ പോലും മണ്ണാർക്കാട് MLA ഉൾപ്പെടെയുള്ള രാഷ്ട്രീയവൽക്കരിച്ച് വില കുറഞ്ഞതായിപ്പോയെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം M വിനോദ് പറഞ്ഞു. പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി ചിട്ടയോടെയാണ് നടപ്പാക്കുന്നത്. 500-ലേറെ വീടുകൾ അനുവദിച്ചതിൽ 380 വീടുകൾ പൂർത്തീകരിച്ചു. ബാക്കിയുള്ളവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ദാരുണമായ മരണത്തെ മറയാക്കി വസ്തുതാപരമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നല്ല രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്നും വിനോദ് പറഞ്ഞു. LDF ഭരണസമിതിയുടെ കാലത്താണ് അവിടെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7ഓളം വീടുകൾക്ക് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള റോഡ് ഉൾപ്പെടെയുള്ള സംവിധാനം, കുടിവെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, ലക്ഷം വീട് കോളനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ മുന്നേറ്റങ്ങളൊക്കെ ഞങ്ങളുടെ ഭരണസമിതികൾ വന്ന സമയങ്ങളിലൊക്കെ അവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MLAക്ക് എന്താ അവകാശം അത് ഉന്നയിക്കാൻ കഴിയുക? MLAക്ക് എന്ത് ന്യായമാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയാൻ കഴിയുക? ഞങ്ങളുടെ ഷനൂപ് മെമ്പറായിരിക്കുന്ന അവസരത്തിൽ അവിടെയുള്ള 40 വീടുകളെയും ആളുകളെ ഒരൊറ്റ കുടക്കീഴിലാക്കിക്കൊണ്ട് അവിടെ മഹത്തായ ഒരു പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റ് സമർപ്പിച്ച് ഗവൺമെൻറ് അംഗീകാരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കാണ് UDF ഗവൺമെൻറ് വന്നത്. UDF ഗവൺമെൻറ് വന്നതോടുകൂടി ആ സംവിധാനങ്ങൾ ആകെ അസ്തമിക്കുകയും
ഇവിടെ UDFന്റെ ഭരണസമിതിയും തെങ്കര ഗ്രാമപഞ്ചായത്ത് UDFന്റെ ഭരണസമിതിയും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭരണം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഞ്ചായത്തിൽ 2017 മുതലുള്ള ലൈഫ് ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ നിന്നാണ് വീട് അനുവദിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൗക്കത്ത് പറഞ്ഞു. 2020 വീട് നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. UDF ഭരിച്ചകാലത്ത് ലിസ്റ്റിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവർക്ക് ഇടതുപക്ഷം ഭരിക്കുന്ന ഭരണസമിതിയാണ് വീട് അനുവദിച്ചത്. 500-ലേറെ വീടുകൾ ഇതിനകം അനുവദിച്ചു. വികസനം തുടർച്ചയായ പ്രവർത്തനമാണെന്നും A. ഷൗക്കത്ത് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. രൂപത്തിൽ അത് പൂർത്തീകരിക്കാനാണ് അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചത്. അത് തുടർച്ചയല്ലേ. അതിനുശേഷം പിന്നെ അപേക്ഷകൾ വാങ്ങി ലിസ്റ്റ് തയ്യാറാക്കി 2017 മുതൽ വീടുകൾ കൊടുക്കാൻ തുടങ്ങി. അത് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 511 എണ്ണത്തിലേക്ക് എത്തുന്നത്. ഈ ഭരണസമിതിയിൽ വന്നിട്ട് പുതിയ വീടുകൾ കൊടുത്തെന്ന് ചോദിക്കുമ്പോൾ 2020 ലിസ്റ്റും ഇപ്പോൾ ഈ ഭരണസമിതി ഉണ്ടാക്കിയ ലിസ്റ്റൊന്നുമല്ല. ഈ ഭരണസമിതി വന്നതിന് ശേഷം അപേക്ഷ വാങ്ങിച്ചിട്ടില്ല. അത് 2020 കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന വർഷത്തിൽ തന്നെയാണ് അപേക്ഷ വാങ്ങിയിട്ടുള്ളത്. ഈ ഭരണസമിതി വന്നിട്ട് പുതിയ ലിസ്റ്റ് ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട തീരുമാനിച്ചു? ഇവിടെ ഇതിനൊരു തുടർച്ചയായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് പദ്ധതി വന്ന മുതൽ ഇന്ന് വരെ അതിൽ അർഹതപ്പെട്ട ആളുകൾക്ക് വീട് കൊടുത്തുകൊണ്ടിരിക്കുക. അതിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പുതിയ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്, അത് സത്യമാണ്. 128 ആളുകൾക്ക് ഇവിടെ ആരോപണം പറയാം. 128 ആളുകൾ എഗ്രിമെന്റ് വെച്ചു. 121 ആളുകൾക്ക് കൊടുക്കാനുള്ള പണമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 48 ലക്ഷം രൂപ ഭാഗ്യത്തിനൊരു എന്താ പറയുക, അതിനൊരു വിലയില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നത്. ബാക്കി 6 പേർക്ക് എന്ത് ചെയ്യും? 6 പേര് മാത്രമല്ല, ഇനിയും ഇതിൽപ്പെട്ട അർഹതപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. ആ ആളുകൾ വരുമ്പോൾ അവരെ കൊണ്ട് എഗ്രിമെന്റ് വെപ്പിക്കും. ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം ഫണ്ട് കൊണ്ടാണോ ലൈഫ് പദ്ധതി നടപ്പിലാക്കുന്നത്? ബ്ലോക്ക് പഞ്ചായത്തിന്റെ വേണ്ടേ? ജില്ലാ പഞ്ചായത്തിന്റെ വീതം വേണ്ടേ? സംസ്ഥാന ഗവൺമെന്റ് വീതം വേണ്ടേ? ഇതൊക്കെ കൂടുമ്പോഴാണ് ഒരു വീടിന് ധനസഹായം എന്ന രൂപത്തിലും കൊടുക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഇനി ആളുകൾ വരുമ്പോൾ നമുക്ക് അതിന് ഫണ്ട് നമ്മൾ സോഴ്സുകൾ കണ്ടെത്തും. അങ്ങനെ സമയബന്ധിതമായി ഫണ്ടിന് ലഭ്യതക്കനുസരിച്ചുകൊണ്ട് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. തെങ്കര ഗ്രാമപഞ്ചായത്തിനകത്ത് മാതൃകാപരമായ രൂപത്തിലാണ് ഈ പദ്ധതി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ ഉന്നയിക്കുന്നത് 2020 ലിസ്റ്റിൽ ജനറൽ വീടുകൾക്ക് എത്ര കൊടുത്തു എന്നാണ് വയ്ക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണല്ലോ എവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പഴയ വീടുകൾ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത വീടുകൾ 2 ഘട്ട അവസ്ഥ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പൂർത്തീകരിച്ചല്ലോ. സാവിത്രി ഉൾപ്പെടെയുള്ള ഇവിടെ പഴയ പ്രസിഡന്റുമാർ നിൽക്കുന്നുണ്ട്. അതൊക്കെ പൂർത്തീകരിച്ചിട്ടാണ് പുതിയതിലേക്ക് കടന്നത്. അല്ല പിണറായി വന്നതിന് ശേഷം വീട് കൊടുക്കുക എന്നുള്ളതല്ല. അതിൻ്റെ മുമ്പ് അത് പത്രമാധ്യമങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ ഈ ലക്ഷം വീടിനകത്തുള്ള കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ഉമ്മായുടെ മരണത്തിന് കാരണക്കാരൻ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കണ്ടേ? എഗ്രിമെന്റ് വെച്ചു ഉമ്മ. എഗ്രിമെന്റ് വെക്കുന്നത് ഇപ്പോൾ ഈ 128 ആളുകളും എഗ്രിമെന്റ് വെക്കുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ്. ആ മാസങ്ങളിലേക്ക് ഇവിടെ സാങ്കേതിക തടസ്സം പറഞ്ഞ് നമ്മളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉമ്മയും മരണപ്പെട്ടു. ഈ ഉമ്മ മരണപ്പെട്ടത് ലൈഫ് പദ്ധതി വൈകിയതിന് കൊണ്ടാണെന്നാണ് ഇവിടെ ആരോപണം ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് അത് മരണത്തിന് കാരണം ലൈഫ് പദ്ധതി വൈകുന്നതാവുക? എഗ്രിമെന്റ് വെക്കുമ്പോഴേക്കും വീട് പൊളിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്താരെ പൊളിച്ചാൽ തന്നെ മുഴുവനായിട്ടും പൊളിക്കണം. അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത് ആ ഉമ്മാക്ക് മാത്രമല്ല അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും, നമുക്കുണ്ടാവും. നമ്മുടെ വീട് പൊളിച്ചു കഴിഞ്ഞാൽ മേൽക്കൂര മാത്രം പൊളിച്ചു കളഞ്ഞാൽ, ചുമര് മാത്രം നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ആർക്കും സംഭവിക്കാവുന്ന ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവമാണത്. അതൊരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് നിർദ്ദേശം കൊടുത്ത ആളുകൾ, ആ വീട് പൊളിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത ആൾ പരിപൂർണമായിട്ടും പൊളിച്ചാളല്ലേ നിർദ്ദേശം കൊടുക്കണ്ടേ? ഇത് ചുമര് മാത്രം നിർത്തുകയാണ്. എവിടെയാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്? ഈ മണലടി വാർഡിൽ ഈ ലക്ഷം വീട്ടിൽ മാത്രമാണല്ലോ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അതാണ് ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചൊരു കാര്യം. അവർക്കറിയാം ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴേ വീട് കിട്ടും നന്നായിട്ട് അറിയാം. ഈ ലീഗിന്റെ മെമ്പർമാർക്കും അതേപോലെ തന്നെ ഈ ബിനാമി ചെറുക്കനൊക്കെ അത് നന്നായിട്ട് അറിയാം. അവർ പ്രചരിപ്പിക്കുന്ന പോലെ 2026 തെരഞ്ഞെടുപ്പിൽ ഇവിടെ VD സതീശനെങ്ങാനും മുഖ്യമന്ത്രിയായി വന്നാൽ ഇവിടെ ഒരു കോഴിക്കോട് പോലും കിട്ടില്ല നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് അവരിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലൈഫ് പദ്ധതി പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാത്തിമാബിയുടെ വീട് പൊളിക്കാൻ പഞ്ചായത്തിൽ നിന്ന് ആരും നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് സെക്രട്ടറി ഇൻചാർജ് ഗീതാ സുധീഷ് പറഞ്ഞു. 2017 മുതലുള്ള ലിസ്റ്റിൽ നിന്നാണ് വീട് അനുവദിക്കുന്നത്. അനുവദിച്ച 511 വീടുകളിൽ 380 വീടുകൾ പൂർത്തീകരിച്ചു. ബാക്കിയുള്ളവ ഉടൻ പൂർത്തീകരിക്കുമെന്നും അവർ പറഞ്ഞു. 2020 ലിസ്റ്റ് കൊടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. 2017 മുതൽ 2020 വരേക്കുള്ള ലിസ്റ്റിൽ നിന്നുള്ള ആൾക്കാർക്ക് 511 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 380 പേര് വീട് കംപ്ലീഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ 20 ലിസ്റ്റിലാണ് കൊടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അത് എഗ്രിമെൻറ്റ് വെച്ചത് ഇപ്പോഴാണ്. ഈ ഏപ്രിലാണ് അവർ എഗ്രിമെൻറ്റ് വെച്ചത്. 26/4 ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയാണ് അതിൽ ഒന്നാമത്തെ ആൾ. അവർ എഗ്രിമെൻറ്റ് വെച്ചത് ഏപ്രിൽ 26 അപ്പോൾ അതിൻ്റെ ഗഡു ഞങ്ങൾ 1ാം ഗഡു പാസ്സാക്കാനുള്ള നടപടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ മാറ്റം ചേഞ്ച് കൊണ്ട് അതിൻ്റെ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പൈസ കൊടുക്കും. പൊളിക്കാനൊന്നും നമ്മൾ പഞ്ചായത്ത് പറഞ്ഞിട്ടില്ല. എഗ്രിമെൻ്റ് മാത്രം നമ്മൾ പുതിയ ലൈഫ് 2020 നമ്മൾ പുതിയ ആളാണ് അതിനുള്ള ആളാണ്. എഗ്രിമെൻ്റ് മാത്രം വാങ്ങി
നേതാക്കളായ കെ സുരേന്ദ്രൻ, എം വിനോദ് കുമാർ, ഭാസ്കരൻ മുണ്ടപ്പണ്ണി, പി അലവി, എ ഷൌക്കത്ത്, ഉനൈസ് നെച്ചിയോടൻ, രമാ സുകുമാരൻ, ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ, പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണാർക്കാട് കണ്ടമംഗലം പുറ്റാനിക്കാട് ഭർത്തൃപിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവതി അറസ്റ്റിൽ. മലയിൽ ഷെരീഫിന്റെ ഭാര്യ തിരുവിഴാംകുന്ന് കാപ്പുപറമ്പ് കളത്തുംപടിയൻ ഷബ്നയെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഭർത്തൃപിതാവ് മുഹമ്മദ് അലി ഷബന വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഭർത്താവിന്റെയും ഷബനയുടെയും പേരിൽ സ്ഥലം വാങ്ങാനായി വിറ്റ ഷബനയുടെ ആഭരണങ്ങൾ തിരിച്ചു നൽകാത്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുഹമ്മദ് അലിയുടെ വീട്ടിലെത്തിയ ഷബന അടുക്കളവാതിൽ പൊളിച്ച് അകത്തു കടന്ന് മടവാളുകൊണ്ട് വെട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വധശ്രമം, ഭവനഭേദനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സംഭവശേഷം ഷബന മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ മുഹമ്മദ് അലി തന്നെ ആക്രമിച്ചതായി ആരോപിച്ച് ചികിത്സ തേടി. ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഷബനയുടെ പരാതിയിൽ മുഹമ്മദ് അലിക്കെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കയ്യിൽ മടലോടെ വന്നിരിക്കുന്നത് 2-4 ദിവസം മുമ്പ് നിങ്ങളെ ഞങ്ങൾ കൊല്ലുന്നു ഞങ്ങൾക്ക് ഭീഷണി. മണ്ണാർക്കാട് നാരങ്ങപ്പറ്റ നഗരസഭാ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് 8 വയസ്സുകാരന് നൽകിയ ഗുളികയ്ക്കുള്ളിൽ ലോഹക്കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ സ്വമേധയായാണ് നടപടി സ്വീകരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് മണ്ണാർക്കാട് സ്വദേശി ആസിഫ് തന്റെ 8 വയസ്സുകാരനായ മകന് നഗരസഭാ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പനിക്ക് മരുന്ന് വാങ്ങിയത്. കുട്ടിയോട് പകുതി ഗുളിക കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഗുളിക പൊട്ടിച്ചപ്പോഴാണ് ലോഹക്കഷ്ണം കണ്ടെത്തിയത്. ഇതോടെ ആസിഫ് ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ പരാതി നൽകുകയും മാധ്യമങ്ങളിൽ വാർത്തയാവുകയുമായിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജനകീയ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ, നഗരസഭാ സെക്രട്ടറി എന്നിവരോട് കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ചന്തപുര ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തായി നിന്നിരുന്ന തണൽമരം അർദ്ധരാത്രിയിൽ മുറിച്ചുമാറ്റി. ആളുകൾക്ക് തണലും തണുപ്പുമായി നിന്നിരുന്ന മരമാണ് ബുധനാഴ്ച രാത്രി സാമൂഹ്യ വിരുദ്ധർ മുറിച്ചുമാറ്റിയത്. ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളും 40 വർഷത്തോളമായി സംരക്ഷിച്ചു പോന്നിരുന്ന തണൽമരമാണ് ആർക്കും യാതൊരു ഭീഷണിയില്ലാതിരുന്നിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയോ നിർദ്ദേശമോ ഇല്ലാതെ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ മുറിച്ചുമാറ്റിയത്. ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോ ടാക്സി തൊഴിലാളികളും പൊതുജനങ്ങളും ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ, PWD എഞ്ചിനീയർ, ഫോറസ്റ്റ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി. മരം വെട്ടിമാറ്റിയവരെക്കുറിച്ച് തങ്ങൾക്ക് സംശയമുണ്ടെന്നും CCTV ഉൾപ്പെടെ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടു. ഓട്ടോ സ്റ്റാൻഡിൽ ഒരു തണലായിട്ട് ഇരുന്നതാണ്. 10-40 വർഷമായിട്ട് ഈ തണലുണ്ടായിരുന്നത്. ഞങ്ങൾ രാത്രി 9 മണിക്ക് പോകുന്നത് വരേക്ക് ഈ മരം മുറിച്ചിട്ടില്ല. രാവിലെ വന്നപ്പോഴാണ് കാണുന്നത് മരം മുറിച്ചതായിട്ട് കാണുന്നത്. ഇത് പല വയസ്സായവരും സുഖമില്ലാത്തവരൊക്കെ വന്നിരിക്കണതാണ്. തണുപ്പത്ത് തണല്, ഇവിടെ ഒരു തണലാണ് ഈ മരം. 10-40 വർഷമായിട്ട് ഉള്ളതാണ്. ശ്രീകൃഷ്ണപുരം ചന്തപുര ടൗണിൽ നിന്നിരുന്ന തണൽമരം അർദ്ധരാത്രിയിൽ മുറിച്ചുമാറ്റിയതിൽ ജനകീയ സമിതി പ്രതിഷേധവുമായി രംഗത്തെത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജനകീയ സമിതി അംഗങ്ങളായ MS സുനീഷ്, രാജീവ് മാടമ്പി എന്നിവർ ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരം ചന്തപുര ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു തണൽമരം യാതൊരു നിബന്ധനകളും കൂടാതെ പഞ്ചായത്തിൻ്റെയോ PWDയുടെയോ അനുമതിയില്ലാതെ രാത്രി കാലത്ത് വന്ന് മുറിച്ച് കടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് സർക്കാർ മുതൽ അപഹരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. അതിനാൽ മരം മുറിക്കാൻ ഉപയോഗിച്ച സാമഗ്രികളും കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനങ്ങളും പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായി ജനകീയ സമിതി മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന സംഭവം. കുട്ടികൾക്ക് സുരക്ഷയും പഠന സൗകര്യവും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സമരത്തിൽ. ബന്ധപ്പെട്ട അധികാരികൾ പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് വിദ്യാർത്ഥികൾ. ശക്തമായ കാറ്റിൽ കഴിഞ്ഞ ദിവസമാണ് ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിന്റെ ഷീറ്റിട്ട മേൽക്കൂര താഴേക്ക് വീണത്. മേൽക്കൂര തകർന്നതോടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനം നടത്തുന്നതിന് ക്ലാസ് മുറി ഇല്ലാത്ത അവസ്ഥയാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പഠന സൗകര്യമൊരുക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരരംഗത്തെത്തി.
സ്കൂളിൽ അഡീഷണൽ +1 ബാച്ച് വന്നതോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥിതിയാണുള്ളത്. പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ വേഗത്തിൽ നടപടി കൈക്കൊള്ളണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ GHS ആലപ്പറമ്പ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. ഞങ്ങൾ ഞങ്ങൾ 4 വരെയുള്ള എല്ലാ സ്കൂളുകളിലും ക്ലാസ് +1 +2 എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ആകെ കുറച്ച് ദിവസമേ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. അഡ്മിഷന്റെ കാര്യവും മഴയും കാരണമായിട്ട് കുറേ ക്ലാസ്സുകൾ മുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഈ സ്കൂളിന്റെ മഴയും കാറ്റും കാരണം ഞങ്ങളെ സ്കൂളിന്റെ മോള് ഭാഗം പറന്നു അപ്പുറത്തെ തൊടുവൊക്കെ എത്തിക്കണു. അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ ഇപ്പോൾ ക്ലാസ് റൂമുകളില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെ +1 +2 എല്ലാവർക്കും പാടെ ക്ലാസ് കിട്ടിയിട്ട് കുറേ ദിവസമായിക്കണു. ഇപ്പോൾ മഴയും അഡ്മിഷനും കുറേ കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് കുറേ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിരിക്കണു. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾക്ക് അത് വേണം. അതേപോലെ തന്നെ ഞങ്ങൾ 1 വർഷത്തോളമായി മൺകൂനെ ഇവിടെ ഇതാക്കിയിട്ട് അത് കളയാൻ പറഞ്ഞിട്ട് കുറേ അയക്കണു. ഞങ്ങൾ കോൺട്രാക്ടറോട് പറയുന്നു, ഇതുവരെ ഞങ്ങൾക്ക് അത് കളഞ്ഞു തന്നിട്ടില്ല. ഞങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. ഇതുവരെ സ്പോർട്സ് ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ നടത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സ്പോർട്സ് നടത്തിയത് പള്ളിക്കുന്ന് ആശുപത്രി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അതിന് ഞങ്ങൾക്ക് വളരെ കൂടുതൽ എക്സ്പെൻസ് ഞങ്ങൾ കൊടുക്കേണ്ടി വന്നു. കുറേ ചെലവുകൾ ഇത് കാരണം ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇതിപ്പോ മിന്നാന്ന് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒന്നും സംഭവിച്ചില്ല. അത് ക്ലാസ് ടൈമിൽ എങ്ങാണെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് പരിക്ക് പറ്റും. കഴിഞ്ഞ വർഷം ഇതേപോലെ ഞങ്ങൾ വന്ന ടൈമിലാണ് ആ ക്ലാസ് മുറിയിൽ തന്നെ സീലിങ്ങുകൾ പൊളിഞ്ഞു പോയത്. അങ്ങനെ കുറേ നഷ്ടങ്ങൾ ഞങ്ങൾക്ക് സ്കൂളിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യത്തോടെ സുരക്ഷിതത്തോടെ പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് കുറെ ക്ലാസ്സും കാര്യങ്ങളും കിട്ടിയില്ല. ഞങ്ങൾ +2 വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്കും പഠിക്കാനും കാര്യങ്ങളും ആഗ്രഹമുണ്ട്. വിദ്യാഭ്യാസം ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ അത് നേടിയെടുത്തിട്ടേ അടങ്ങൂ. അല്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ചെർപ്പളശ്ശേരി വില്ലേജ് ഓഫീസും ഇനി സ്മാർട്ടാകുന്നു. 45 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. നിരവധി പരിമിതികളുള്ള ചെർപ്പളശ്ശേരി വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമായാണ് കച്ചേരിക്കുന്നിൽ പുതിയ സ്മാർട്ട് വില്ലേജ് കെട്ടിടം നിർമ്മിക്കുന്നത്. 45 ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. തുടർന്ന് പി മമ്മിക്കുട്ടി MLA കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ജനങ്ങൾക്ക് വലിയ കാലതാമസം കൂടാതെ ബുദ്ധിമുട്ട് കൂടാതെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സഹായകരമായ വിധത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഈ പ്രയോജനം അടിത്തട്ട് വരെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കണമെന്ന് തീരുമാനിച്ചത്. പഴയ കാലത്തെ വില്ലേജ് ഓഫീസ് എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും പീടിക മുറിയിലോ തട്ടിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തോ ആണ് അങ്ങനെ വാടകയില്ലാതെയൊക്കെ നിർവഹിച്ചു വന്നിരുന്നത്. പക്ഷെ അത് മാറി എല്ലാ വില്ലേജ് ഓഫീസുകളും സ്വയം പര്യാപ്തത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ശേഷിയുള്ള പശ്ചാത്തല സൗകര്യമുള്ള വില്ലേജ് ഓഫീസുകളാക്കി മാറ്റണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് സഹായകരമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് കേരള സംസ്ഥാന ഗവൺമെൻറ് അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സി കമലം, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ VP ഷമീജ്, KT പ്രമീള, K മിനി, സഫ്ന പാറയ്ക്കൽ, VT സാദിഖ് ഹുസൈൻ, വാർഡ് കൗൺസിലർ സുഹറാബി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PM ലുക്മാൻ, KK സേതലവി, ഉണ്ണികൃഷ്ണൻ K, ഇക്ബാൽ ദുറാനി, KT മുഹമ്മദ് അലി, വിജയരാഘവൻ, P മനോജ്, വിനോദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തച്ചനാടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി അലനല്ലൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് ദേശീയപാതയോരം വഴിയുള്ള പൈപ്പിടൽ അനിശ്ചിതത്വത്തിൽ. ദേശീയപാത നവീകരണം കഴിഞ്ഞതിനാൽ പാതയുടെ വശങ്ങൾ കീറുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയമാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്ന് അറിയുന്നു. ചെത്തല്ലൂർ മുറിയൻകണ്ണി പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പദ്ധതിയുടെ ശുദ്ധീകരണശാലയുടെ നിർമ്മാണം പാലോട് കൂത്തുപറമ്പിൽ പൂർത്തീകരിച്ചു. തേങ്ങാക്കണ്ടം മലയിൽ
ടാങ്കിൻ്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. എന്നാൽ കോട്ടൂപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്തിക്കുന്നതിനുള്ള പൈപ്പിടൽ ഇനിയും ആരംഭിച്ചിട്ടില്ല. ദേശീയപാതയിലൂടെ വന്ന് നാട്ടുകൽ 55 മൈൽ ഭീമനാട് റോഡ് വഴിയാണ് ഇരു പഞ്ചായത്തുകളിലേക്കും പൈപ്പ് വരുന്നത്. ദേശീയപാത വീതി കൂട്ടിയുള്ള നവീകരണം ഈയിടയ്ക്ക് കഴിഞ്ഞതിനാൽ പാതയോരം മുറിച്ച് പൈപ്പിടൽ സംബന്ധിച്ച വിഷയമാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് അറിയുന്നത്. എന്നാൽ പൈപ്പിടലുമായി ബന്ധപ്പെട്ട് ജല അതോറിറ്റി ദേശീയപാത വിഭാഗത്തിന് നൽകേണ്ട തുക അടച്ചിട്ടുമുണ്ട്. ഇരു പഞ്ചായത്തുകളിലേക്കും വെള്ളം എത്തിക്കുന്നതിനായി ദേശീയപാതയോരത്ത് ഇറക്കിയ പൈപ്പുകളിൽ കാടുമൂടി തുടങ്ങി. ഇടവേള. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം പഞ്ചായത്ത് വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ C സൂരജ്, VP സിന്ധു, P ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P കനകരാജൻ, പഞ്ചായത്ത് അംഗങ്ങളായ V സിന്ധു, VK ജയശ്രീ, KS മഞ്ജിമ, D ശങ്കരനാരായണൻ, VP ജയപ്രകാശ്, സുജിത് P രാജ്, വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ B ഫിറോസ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ മിഷന്റെയും പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനു മോൾ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രമാകുന്ന പുസ്തകങ്ങളുടെ വായനാ അനുഭവം സദസ്യർ പങ്കുവച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പങ്കാളിത്തം വഹിച്ചു. സാഹിത്യകാരി MB മിനി മോഡറേറ്ററായി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ഷാബിറ അധ്യക്ഷത വഹിച്ചു. അനിത പോൾസൺ, ഉണ്ണികൃഷ്ണൻ N, അനുരാധ S തുടങ്ങിയവർ സംസാരിച്ചു. ചേരാമംഗലം ചാമുണ്ണി സംവിധാനം ചെയ്ത ചൂരൽ എന്ന നാടകവും അരങ്ങേറി. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ്റെ ഫ്ലെയിം സമഗ്ര വിദ്യാഭ്യാസ കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള 4ാമത് എജു കോൺക്ലേവ് 2025 സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലത്തിലെ SSLC +2 NNMS സ്കോളർഷിപ്പ് ജേതാക്കളായ 800-ൽ പരം വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. 100% വിജയം കൈവരിച്ച മണ്ഡലത്തിലെ 30ഓളം വിദ്യാലയങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു. അനുമോദന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ ഫുൾ A+ കിട്ടിയ SLC +2 കുട്ടികൾ എവിടെയാ ചോദിച്ചാൽ അതിൽ 1ാം നമ്പർ പാലക്കാടാണ്, 2ാം നമ്പർ മണ്ണാർക്കാടാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പാലക്കാട് ഒരു ഹെഡ് ക്വാർട്ടർ ആയതുകൊണ്ട് ഒരുപാട് സ്കൂളുകൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ മണ്ണാർക്കാട് 1ാം സ്ഥാനത്തിന് തൊട്ടരികെയാണ്. ഈ ഒരു നേട്ടത്തിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതിലേറെ അതിന് പിന്തുണ നൽകിയ ആളാണ് മണ്ണാർക്കാടിൻ്റെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ. ആദ്യമായി അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഞാനും ഷംസുദ്ദീനും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടിയിലായിരുന്നു. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് 8-9 വർഷം മുമ്പ് ആ മണ്ഡലത്തിലേക്ക്, 10 വർഷമായി തോന്നുന്നു, 10 വർഷം മുമ്പ് ആ മണ്ഡലത്തിലേക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അനുവദിച്ച കോളേജ് ഇന്ന് വരെയും പ്രാബല്യത്തിലായിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ പരാതിയാണ്. ആ പരാതി കേൾക്കുമ്പോൾ ഒക്കെ ഞാൻ ഷംസുദ്ദീനെ ഓർത്തു. ഇത് ആദ്യഘട്ടം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലമാണ്, ഉമ്മൻചാണ്ടിയുടെ കാലമാണ്. അന്ന് കേരളത്തിൽ 30ഓളം പുതിയ കോളേജുകൾ അനുവദിച്ചതിൽ ആദ്യത്തെ കോളേജ് മണ്ണാർക്കാട്ടെ അട്ടപ്പാടി കോളേജാണ്. അത് ഇന്ന് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ്. N ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് സുരഭി ലക്ഷ്മി മുഖ്യാതിഥിയായി. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും ജീവിതത്തിൽ പകർത്തേണ്ട, അല്ലെങ്കിൽ ഷംസുദ്ദീൻ സാറൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് മേഖലയിലാണ് എന്നുള്ളതല്ല, നമ്മളൊരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ SSLC ബുക്കിലെയോ അല്ലെങ്കിൽ +2-ലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല നിങ്ങളെ ആരും വിലയിരുത്താൻ പോകുന്നത്. ഇവിടെയുള്ള ഒരാളുടെ, ഇപ്പം എൻ്റെ SSLC മാർക്ക് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ, ഇവിടെയുള്ള ഒരാളുടെ SSLC മാർക്കും നോക്കിയിട്ടല്ല ഇവരാരും ഈ ഒരു മേഖലയിലേക്കോ എത്തിയിട്ടുള്ളത്. അത് അവരുടെ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി
കർമ്മം ഒക്കെ തന്നെയാണ്. അപ്പം ജീവിതത്തിൽ എപ്പോഴും നല്ലൊരു ഡോക്ടറാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അയാൾ നല്ലൊരു വ്യക്തിയായിരിക്കണം. അയ്യോ അത് നല്ലൊരു മുസ്ലിയാരാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മറ്റുള്ള ജനങ്ങളോട് പെരുമാറുന്നത് വെച്ചിട്ട് നല്ലൊരു ഉമ്മയാണെന്ന് പറയുന്നത് അവർക്ക് സ്നേഹം കൊടുക്കുന്നത്. അപ്പോൾ ആ പരസ്പര ബന്ധം, ആ ഒരു ബഹുമാനം, നല്ല ടീച്ചറാണെന്ന് പറയുന്നത് കുട്ടികളായിട്ടുള്ള, അപ്പോൾ ആ നല്ലത് എന്ന് പറയുന്നത് നമ്മളുടെ മാർക്ക് ലിസ്റ്റിൽ കിട്ടുന്ന മാർക്ക് വെച്ചിട്ടാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത് നമ്മൾക്ക് മാത്രം ഒന്ന് പ്രോത്സാഹനം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഒരു അവാർഡ് കിട്ടുന്നത് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾക്ക് മാത്രം പോകാനുള്ളതാണ്, അത് മറ്റുള്ളവർക്ക് നോക്കാനുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കണം ആത്യന്തികമായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ടാവേണ്ടത്. ഇന്ത്യൻ സായുധ സേനയുടെ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ പങ്കെടുത്ത മണ്ണാർക്കാട് സ്വദേശി സി ഹസൈനാർ NNMS പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 2ാം റാങ്ക് നേടിയ നെല്ലിപ്പുഴ DHSS വിദ്യാർത്ഥിനി MK ഹിബ ഫാത്തിമ, +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ M രമ്യശ്രീ തുടങ്ങിയവർക്ക് ഫ്ലെയിം എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. മികച്ച വിദ്യാലയങ്ങൾക്കുള്ള അച്ചീവ്മെന്റ് പുരസ്കാരവും വിതരണം ചെയ്തു. മണ്ഡലത്തിലെ സുസ്ഥിര മികവിന്റെ 14 വർഷങ്ങൾ എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടത്തി. സംഘാടക സമിതി ചെയർമാൻ ഹമീദ് കൊമ്പത്ത്, സിദ്ദിഖ് പാറക്കോട്, നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, AEO C അബൂബക്കർ, അഡ്വക്കേറ്റ് TS സിദ്ദിഖ്, KPS പൈനടം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജന സത്താർ, ജസീന അക്കര, രാജൻ അമ്പാടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഗഫൂർ കോൽക്കുളത്തിൽ, M മെഹർബാൻ, ഡോക്ടർ TK സൈനുൽ ആബിദ്, വാർഡ് കൗൺസിലർ K സുഹറ, അസീസ് ഭീമനാട്, റഷീദ് ആലായൻ എന്നിവർ പ്രസംഗിച്ചു. വായനയും വിദ്യാഭ്യാസവും മനുഷ്യനെ പൂർണ്ണതയിൽ എത്തിക്കുന്നുവെന്ന് എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു പറഞ്ഞു. മലപ്പുറം ജില്ലാതല വായനാ പക്ഷാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കുന്നത് വായനയും വിദ്യാഭ്യാസവുമാണെന്ന് എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു പറഞ്ഞു. കമ്പ്യൂട്ടറിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും വരവോടെ കടലാസും പുസ്തകങ്ങളും ഇല്ലാതാകുമെന്ന സാങ്കേതിക വിദഗ്ധരുടെ പ്രവചനം അപ്രസക്തമായെന്നും മണമ്പൂർ രാജൻ ബാബു പറഞ്ഞു. വായനാ പക്ഷാചരണം അല്ല, വായന പക്ഷാചരണം. അതുകൊണ്ട് ഇനി നമ്മൾ എവിടെ പോയാലും വായന ദിനം എന്നേ പറയാവൂ. വായന ദിനം കേരള സർക്കാർ, മുമ്പ് കേരള സർക്കാർ എന്നാണ് പറഞ്ഞത്, അത് പിന്നീട് ഇപ്പം തിരുത്തി കേരള സർക്കാർ എന്ന് ആയിട്ടുണ്ട്. അതുപോലെ വായനാ വസന്തം എന്ന് ചിലർ പറയുന്നുണ്ട്. വായനാ വസന്തം അല്ല, വായന വസന്തം. എന്താണ്? അപ്പം നമ്മൾ ഈ ദിവസം ഒരു വാക്ക് ശരിയാക്കി പഠിക്കാം, അല്ലേ? പഠിക്കാൻ കൂടിയുള്ളതാണല്ലോ നമ്മുടെ ജീവിതവും നമ്മുടെ ഓരോ നിമിഷവും. അപ്പോൾ തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഉണ്ണിമാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ അത് നിങ്ങളിവിടെ നേരത്തെ ഏറ്റുപറയുന്ന കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. തീർച്ചയായും ഈ വായന പക്ഷാചരണം ഇന്നിവിടെ നടക്കുന്നത്, നേരത്തെ പറഞ്ഞു, PN പണിക്കർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ മൺമറഞ്ഞ ദിനമാണെന്ന്. മരിച്ചു കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുക എന്നതാണ് ഒരു ജന്മം കൊണ്ടുള്ള ഒരാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. നിങ്ങളാരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരാളെ ഓർമ്മിക്കുന്നത് അദ്ദേഹം ചെയ്ത സൽപ്രവൃത്തികളുടെ പേരിലാണ്. ജില്ലാ ഭരണകൂടവും ജില്ലാ ലൈബ്രറി കൗൺസിലും പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ സാക്ഷരതാ മിഷനും PN പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായാണ് വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചത്. മഞ്ചേരി HMY ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത്. ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ KK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ IR പ്രസാദ് വായനാദിന സന്ദേശം നൽകി. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ A ഷഫ്ന വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി K ജാഫർ, ഏറനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശിവകുമാർ പുറ്റാനിക്കാട്, HMY ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ CK സാലിഹ്, പ്രധാനാധ്യാപകൻ അൻവർ സക്കീൽ, ഡെപ്യൂട്ടി HM M മുജീബ്, PTA പ്രസിഡന്റ് സക്കീർ വല്ലാഞ്ചിറ, ഏറനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NT ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയർമെന്റിന് ശേഷം ലഹരി വിരുദ്ധ സന്ദേശത്തോടെ സൈക്കിളിൽ കേരളം മുഴുവൻ ചുറ്റുന്ന കൊല്ലം സ്വദേശിയായ മുൻ SI ഷാജഹാന് ഒറ്റപ്പാലത്ത് പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഉജ്ജ്വല സ്വീകരണം. കൊല്ലത്തു നിന്ന് ആരംഭിച്ച് 2025 കിലോമീറ്റർ താണ്ടി കൊല്ലത്ത് തന്നെ അവസാനിക്കുന്നതാണ് ഷാജഹാന്റെ ലഹരി ബോധവൽക്കരണ സൈക്കിൾ യാത്ര.
31 വർഷത്തെ സർവീസിനു ശേഷം മെയ് 31-ന് കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വിരമിച്ച SI ഷാജഹാനാണ് സൈക്കിൾ യാത്രയിലൂടെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നത്. കൊല്ലത്തു നിന്നും ആരംഭിച്ച യാത്ര ഒരു മാസം കൊണ്ട് 14 ജില്ലകളിലും എത്തി 2025 കിലോമീറ്റർ താണ്ടി കൊല്ലത്ത് തന്നെ സമാപിക്കും. 20 ദിവസം കൊണ്ട് 1400 കിലോമീറ്റർ ഇതിനകം ഷാജഹാൻ പിന്നിട്ട് കഴിഞ്ഞു. ഒറ്റപ്പാലത്ത് എത്തിയ ഷാജഹാന് വൻ സ്വീകരണമാണ് പോലീസും നാട്ടുകാരും ചേർന്ന് നൽകിയത്. ഒറ്റപ്പാലം SHOയുടെ നിർദ്ദേശപ്രകാരം സിവിൽ പോലീസ് ഓഫീസറായ ബിനു രാമചന്ദ്രനാണ് സ്വീകരണമൊരുക്കിയത്. ഒറ്റപ്പാലം പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ എത്തി ഷാജഹാൻ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും നടത്തി. തൻ്റെ യാത്ര സമൂഹം ഏറ്റെടുത്തതായി ഷാജഹാൻ പറഞ്ഞു. വീട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനല്ല, ഇത് മരണം വരെ നമ്മൾ ഇതിന് തുടർന്നുകൊണ്ടേയിരിക്കും. നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഒതുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പോൾ ഓരോ മാതാപിതാക്കളും വീടുകളിൽ പേടിച്ച് കഴിയുന്നൊരു കാലഘട്ടമാണ് അല്ലേ? കാരണം പ്രതീക്ഷിക്കുന്ന കണക്കല്ല, നമ്മുടെ മക്കളെക്കുറിച്ച് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഓരോ വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം മറ്റുള്ള മാതാപിതാക്കൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മക്കളങ്ങനെ ഏത് സമയത്തായിരിക്കും ഈ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്, ഈ ലഹരി മാഫിയയുടെ പിടികളിൽ ചെന്ന് അവർ വീഴുമോ എന്നുള്ള പേടി. കാരണം ഇവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല വീടുകളിൽ കഴിയും. കാരണം ഒരു സുപ്രഭാതത്തിൽ വന്ന് 5 വരെ ഒറ്റയടിക്ക് കൊല്ലുകയാണ് ഒരു മകൻ. 5 പേർക്കൊക്കെയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. രക്ഷകർത്താക്കളെന്ന് പറയുമ്പോൾ നിങ്ങളാരും ഈ പറഞ്ഞ ഈ ഇപ്പോഴത്തെ രാസലഹരിയൊന്നും നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ? കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ സ്കൂളിൽ കോൺഗ്രസ് സ്കൂളിൽ കയറിയപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഇപ്പോൾ സാധാരണ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയി കുടുംബമായിട്ട് ഉള്ള സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞത്, സാറ് പറഞ്ഞത്, ഞാൻ ഈ യാത്ര കഴിഞ്ഞിട്ട് ഇത് 33 ദിവസത്തിൽ അവർക്കൊക്കെ ആദ്യമാണ്. അപ്പം മക്കൾ സാധാരണ നിലയിൽ ഇപ്പം ഈ 25 വയസ്സുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരോടൊക്കെ എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ഭയപ്പെടുത്താതെ, അവരെന്തായാലും മരിക്കും, പക്ഷേ നിങ്ങളുടെ മക്കളുടെ കൈ കൊണ്ട് മരിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവാതെ, അവരെ ഭയപ്പെടുത്താതെ, അവരെ പേടിപ്പിക്കാതെ അവർക്കൊരു സന്തോഷം കൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഹെൽമറ്റ് ധരിക്കാനും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതിനെക്കുറിച്ചും വിശദീകരിക്കാൻ മുമ്പ് ഷാജഹാൻ 2000 കിലോമീറ്റർ സൈക്കിൾ യാത്ര നടത്തിയിരുന്നു. ഒറ്റപ്പാലത്തെ സ്വീകരണത്തിന് ശേഷം ഷൊർണൂർ ചെറുതുരുത്തി വഴി തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. ജൂലൈ 2-ന് കൊല്ലത്തെത്തി യാത്ര അവസാനിപ്പിക്കാനാണ് ശ്രമമെന്നും ഷാജഹാൻ പറഞ്ഞു. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനടുത്ത് റോഡിൽ രൂപപ്പെട്ട കുഴികൾ നികത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി. ഈ ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കാരണം യാത്രക്കാർ പൊറുതിമുട്ടുന്ന അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനടുത്ത് രൂപപ്പെട്ട കുഴികൾ ഇല്ലാതാക്കാൻ ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് ഈ ഭാഗം ഗതാഗത യോഗ്യമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള അഴുക്കുചാലിലെ തടസ്സങ്ങൾ നീക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഓഫീസിൽ പരാതി നൽകി. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള അഴുക്കുചാലിലെ തടസ്സങ്ങൾ നീക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. ട്രാഫിക് അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുമായി തീരുമാനിച്ച് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് കട്ടകൾ പതിപ്പിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ സൈദാലി വലമ്പൂർ, ശിഹാബ് തിരൂർക്കാട്, നൌഷാദ് അരിപ്ര എന്നിവരാണ് ദേശീയപാത പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടത്. അങ്ങാടിപ്പുറത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗതാഗതക്കുരുക്കിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെ റോഡ് കുഴിയായി കിടക്കുന്നതാണ്. നിരവധി തവണ പരാതികൾ സമർപ്പിച്ചിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വെൽഫെയർ പാർട്ടിയുടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പെരിന്തൽമണ്ണയിലെ ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിക്കൊണ്ട് സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി സമർപ്പിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് 2 ദിവസത്തിനകം ഇവിടെ കട്ട പതിക്കുവാനുള്ള തീരുമാനമുണ്ടാകുമെന്നും ഇന്ന് കലക്ടറുമായി കൊണ്ട് സംസാരിച്ച് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അടിയന്തരമായി കൊണ്ട് കട്ട പതിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുമെന്നുമാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് നൽകിയ ഉറപ്പെന്ന് പറയുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂത്ത് വിംഗ് വായനാശീലം വളർത്തുന്നതിനായി വ്യാപാര ഭവനിൽ ലൈബ്രറിക്ക് തുടക്കം കുറിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു.
വായനാശീലം വളർത്തുന്നതിന്റെ ഭാഗമായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ ലൈബ്രറി സജ്ജീകരിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ചരിത്രങ്ങളും അനുഭവങ്ങളും നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ചരിത്രകാരന്മാരുടെ അനുഭവങ്ങളും നമുക്കറിയാൻ കഴിയുന്നത് ഇത്തരം വായനാശീലങ്ങളിലൂടെയാണ്. ആ വായനാശീലം വളർത്തിയെടുക്കുമ്പോൾ അതിനനുഭവമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ യൂത്ത് വിങ് മുന്നിട്ടിറങ്ങി ഇന്നത്തെ വായനാ ദിനത്തിൽ ഒറ്റപ്പാലം ഏകോപന സമിതിക്കും ഒറ്റപ്പാലത്തെ നാട്ടുകാർക്കും സംഭാവന ചെയ്യുന്ന ഈ ലൈബ്രറി എന്ന ചരിത്രമായി മാറാൻ നമ്മളുടെ യൂണിറ്റിനും യൂത്ത് വിങ് സംരംഭം കൊടുത്ത ഈ പദ്ധതിക്കും ആകട്ടെ എന്ന് ഈ വേളയിൽ ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ ബുക്കുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളെ ഈ പരിസരം ഒറ്റപ്പാലത്ത് തന്നെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം NSS KPT ഹൈസ്കൂൾ, അതുപോലെ തന്നെ NSS ട്രെയിനിങ് സ്കൂൾ, അതുപോലെ തന്നെ ലേഡീസ് ശങ്കരനാരായണൻ അതായത് LSN സ്കൂൾ അടങ്ങുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന, അതുപോലെ തന്നെ ഓഫീസുകൾ നിലനിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മളെ ഈ TV റോഡ് എന്ന് പറയുന്നത്. അവിടെ ഇത്തരം ഒരു ലൈബ്രറികൾ പൊതുജനങ്ങളുടെ ആവശ്യാർത്ഥം നമ്മൾ തുറക്കുക എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാ ആളുകളെയും എനിക്കിവിടെ പറയാനുള്ള ഏകോപന സമിതി ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് സലീം ആദ്യ പുസ്തകം യൂത്ത് പ്രസിഡന്റ് അഫ്സലിന് നൽകിക്കൊണ്ട് ലൈബ്രറിയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. യൂത്ത് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി AP സുൽഫിക്കാർ, ട്രഷറർ PA നൌഷാദ്, ഏകോപന സമിതി ട്രഷറർ KT സുരേഷ് ബാബു, വർക്കിംഗ് പ്രസിഡന്റ് PV ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ജീവിത ലക്ഷ്യവും കൈവരിക്കുന്നതിന് ഡിപ്ലോമ കോഴ്സുകളുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് വാണിയംകുളം അച്ചപ്പാമഠം ആശ്രമത്തിന് എതിർവശത്ത് ശനിയാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്കും ജോലിക്കാരെ അന്വേഷിക്കുന്നവർക്കുമായി അന്നേ ദിവസം ജോബ് ഫെയർ എക്സ്പോ 2025 നടക്കുമെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2016 കൊച്ചിയിൽ ആരംഭിച്ച നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൂന്നാമത് സ്ഥാപനമാണ് ശനിയാഴ്ച വാണിയംകുളം അജപാമഠം ആശ്രമത്തിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജീവിത ലക്ഷ്യവും കൈവരിക്കുന്നതിനായി ആധുനിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 10ഓളം ഡിപ്ലോമ കോഴ്സുകളാണ് നിംസ് കോളേജ് നൽകുന്നത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഷൊർണൂർ MLA P മമ്മിക്കുട്ടി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അന്നേ ദിവസം തന്നെ ജോലി അന്വേഷിക്കുന്നവർക്കും ജോലിക്കാരെ അന്വേഷിക്കുന്നവർക്കുമായി നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുക്കുന്ന ജോബ് ഫെയർ എക്സ്പോ 2025 നടക്കും. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്യും. കൂടാതെ നിംസ് ജോബ് FM-ന്റെ ലോഗോ പ്രകാശനവും MP നിർവഹിക്കുമെന്ന് പ്രിൻസിപ്പൽ KJ ജോസ് അറിയിച്ചു. ഈ വരുന്ന ശനിയാഴ്ച 21-ാം തീയതി രാവിലെ 9 മണിക്ക് ഷൊർണൂർ MLA ബഹുമാനപ്പെട്ട P മമ്മിക്കുട്ടി അവർ ഉദ്ഘാടനം ചെയ്യാൻ. ഈ ഉദ്ഘാടന അവസരത്തിൽ തന്നെ നിംസ് ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ജോബ് ഫെയർ എക്സ്പോ 2025 സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പാലക്കാട് MP ബഹുമാനപ്പെട്ട ശ്രീ VK ശ്രീകണ്ഠൻ അവർകളാണ് നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നിംസ് ഗ്രൂപ്പിൻ്റെ ഒരു നിംസ് ജോബ് FM ലോഗോയും ബഹുമാനപ്പെട്ട MP പ്രകാശനം ചെയ്യുന്നതാണ്. നമ്മുടെ ഈ ആധുനിക കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് ജീവിത ലക്ഷ്യം കൈവരിക്കുന്നതിനും ഒപ്പം തന്നെ അവർക്ക് ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കണ്ടെത്തി ഒരു നല്ല ജീവിത സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് നിംസ് പുതിയ ആധുനിക വിദ്യാഭ്യാസ സാങ്കേതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ലോജിസ്റ്റിക്സ്, ഓട്ടോമൊബൈൽ, HR ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ് തുടങ്ങിയ വിവിധ തസ്തികകളിലായി ഇന്റർവ്യൂ നടക്കും. 50ഓളം കമ്പനികൾ ജോബ് ഫെയറിൽ പങ്കെടുക്കും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നിംസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് പാർട്ട്ണർ അഡ്വക്കേറ്റ് CK അൻസാർ, HR V സുഹൈല, V സുമിത്ര തുടങ്ങിയവരും പങ്കെടുത്തു.
കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ശനി, ഞായർ, മറ്റ് പൊതു അവധി ദിവസങ്ങളിലാണ് കോഴ്സ് നടക്കുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള അറിവും നൈപുണിയും നൽകുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിൽ നൈപുണി വികസന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പല കോഴ്സുകളും കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ തൊഴിലിലേക്ക് പോകുന്ന സമയത്ത് തൊഴിൽ മാർക്കറ്റിൽ ആവശ്യമായിട്ടുള്ള സ്കില്ലില്ലാത്തതിൻ്റെ പേരിൽ തഴയപ്പെടുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. അത് മാറ്റിയെടുത്താൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്നത്. എംപ്ലോയ്മെന്റ് ഇല്ലാത്തത് കൊണ്ടല്ല, അവസരങ്ങളുണ്ട്. പക്ഷെ ആ അവസരത്തിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഇപ്പൊ പുതിയ ടെക്നോളജികൾ വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ വേഗത അത്രത്തോളം കൂടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ ടെക്നോളജികളും വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കേണ്ടത് വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഈ മാറ്റത്തിനനുസരിച്ച് നമ്മളെ പ്രിപ്പയർ ചെയ്ത് പോകണം. അതായത് ഈ മാറ്റത്തിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, വരാനിരിക്കുന്ന ടെക്നോളജിയെ പോലും മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷനും കൂടി നടത്തി മുന്നോട്ട് പോയാലാണ് നമുക്ക് ജോലി കിട്ടുക. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷയായി. SSK പാലക്കാട് ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഷാജി PS പദ്ധതി വിശദീകരണം നടത്തി. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ B സുരേഷ് കുമാർ, BPC മനോജ് VP, PTA പ്രസിഡന്റ് V കൃഷ്ണകുമാർ, SMC ചെയർമാൻ TK സാജിദ്, PTA വൈസ് പ്രസിഡന്റ് TK ഷുക്കൂർ, സ്കൂൾ പ്രധാനാധ്യാപകൻ P മുഹമ്മദ് ഇക്ബാൽ, VHSC പ്രിൻസിപ്പാൾ T ഷാജി, സ്റ്റാഫ് സെക്രട്ടറി TP സ്മിത, SDC കോർഡിനേറ്റർ ദിവ്യ എന്നിവർ സംസാരിച്ചു. ശനി, ഞായർ, മറ്റ് പൊതു അവധി ദിവസങ്ങളിലാണ് കോഴ്സ് നടക്കുന്നത്. AI ഡിവൈസസ് ഇൻസ്റ്റാളേഷൻ, ഓപ്പറേറ്റർ, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളാണ് നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഭാഗമായി നടത്തുന്നത്. രക്ഷിതാക്കൾക്കുള്ള റീഡിംഗ് കാർഡ് വായനയിലൂടെ ആനമങ്ങാട് പാറൽ വീട്ടിക്കാട് AMLP സ്കൂളിൽ വായനാ വാരാഘോഷങ്ങൾക്ക് തുടക്കമായി. വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിക്കും. പാറൽ വീട്ടിക്കാട് ALP സ്കൂളിൽ രക്ഷിതാക്കൾ തയ്യാറാക്കിയ വായനാ കാർഡ് പരിചയപ്പെടുത്തിയും അത് വായിച്ചും വായനാ വാരാഘോഷത്തിന് തുടക്കമായി. വാരാഘോഷം പ്രധാനാധ്യാപകൻ KK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി ഉസൈൻ പാറൽ അധ്യക്ഷത വഹിച്ചു. വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ വായനാദിന സന്ദേശ റാലി, കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം, വായനാദിന പ്രതിജ്ഞ, വായനാദിന മുദ്രാവാക്യ നിർമ്മാണം, വായനാ പ്ലക്കാർഡ് നിർമ്മാണം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും. 1ാം ക്ലാസ് കുട്ടികളുടെ പ്രത്യേക അസംബ്ലി, വായനാദിന കിസ് പ്രോഗ്രാം, വായനാ പതിപ്പ് നിർമ്മാണം, വായനയ്ക്ക് വേണ്ടി ക്ലാസ് റൂം ലൈബ്രറി ഒരുക്കാം പരിപാടി, വായനാ മത്സരം, അക്ഷരപ്പയറ്റ് മത്സരം, പകരം പദം അന്താക്ഷരി തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കും. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുളിയക്കാട്ട് തെരുവ് MV കിട്ടു സ്മാരക വായനശാലയിൽ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു. മണ്ണമ്പറ്റ ALP സ്കൂൾ പ്രധാനാധ്യാപിക PBG ഉദ്ഘാടനം ചെയ്തു. ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ ദിവസം വായനാ ദിനം. മാഷ് പറഞ്ഞു അത് വായന നമ്മുടെ വാരം ആണ് ആചരിച്ചിരുന്നത്. വാരം പറഞ്ഞത് എന്താ? ആഴ്ച. അത് വാരം പോയി ഈ വർഷം മാസാചരണമാണ് മാഷെ. ഒരു മാസത്തോളം വായന ആചരിക്കാനാണ് പറഞ്ഞത്. ആ മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വായന നിർത്തണോ? ഒരു മാസം വായിച്ചാൽ മതിയോ? പോരാ അല്ലേ? പക്ഷെ ആ ഒരു മാസം നമ്മൾ എന്ത് ചെയ്യണം? P ചന്ദ്രൻ അധ്യക്ഷനായി. വായനാ പക്ഷാചരണവുമായി ബന്ധപ്പെട്ട അനുസ്മരണ പ്രഭാഷണങ്ങൾ, പുസ്തക പ്രദർശനം, പുസ്തക പരിചയം, അംഗത്വ ക്യാമ്പയിൻ, തുടരും വായനാ പദ്ധതി എന്നിവയ്ക്ക് തുടക്കം കുറിച്ചു. വായനശാല സെക്രട്ടറി എബിൻ ബേബി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ P രാധാകൃഷ്ണൻ, K സജിത, M വിജിഷ, P വിഷ്ണു, ലൈബ്രറിയൻ കാവ്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. കാട്ടുപന്നി ശല്യം. കർഷക സംഘം തച്ചനാട്ടുകര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പഞ്ചായത്ത് നടപ്പാക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. തച്ചനാട്ടുകരയിലെ ജനങ്ങളുടെ ജീവനും കൃഷിക്കും ഭീഷണിയായി ജനവാസ മേഖലകളിൽ വരുന്ന കാട്ടുപന്നികളെ അനുവദനീയമായ മാർഗങ്ങളിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഗ്രാമപഞ്ചായത്ത് ഇറക്കിയില്ലെന്നാരോപിച്ചാണ് കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. കർഷക സംഘം മണ്ണാർക്കാട് ഏരിയ ജോയിന്റ് സെക്രട്ടറി C രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു. CP സൈദലവി അധ്യക്ഷനായി.
AK വിനോദ്, ചാമിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നിവേദനം നൽകി. ഈ 2025 മാർച്ച് മാസം വരേക്കും 5091 പന്നികളെ വെടിവെച്ച് കഴിഞ്ഞു. നമ്മുടെ തച്ചനാട്ടേരിയയിൽ യാതൊരുവിധ പരിഗണനയും കർഷകരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇത്ര നീട്ടിക്കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനിയും പഞ്ചായത്ത് ഭരണസമിതി ആ വിഷയത്തിൽ ഒരു ശ്രദ്ധയും പതിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പാവപ്പെട്ട കർഷകരെ സംരക്ഷിക്കുക, അവരുടെ കൃഷിയെ സംരക്ഷിക്കുക, സ്വത്ത് സംരക്ഷിക്കുക, അവരുടെ ജീവൻ സംരക്ഷിക്കുക, ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കർഷക സംഘത്തിന്റെ തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു നിവേദനം നൽകാൻ നിർബന്ധിതരായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞാൻ ദീർഘമായിട്ട് ഈ സമയത്തിന്റെ ഒരു പ്രയാസം കൊണ്ട് മഴയുടെ കൊണ്ട് ആ വിഷയത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. നാഷണൽ ആയുഷ് മിഷൻ, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത്, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തിയത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സെപ്റ്റംബറിൽ നടന്ന യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു ദിനം അന്താരാഷ്ട്രമായി ദിനമായി അവതരിപ്പിക്കണമെന്നുള്ള ആവശ്യമുന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായി ഡിസംബറിൽ അത് അംഗീകരിക്കുകയും ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കണം എന്നുള്ള ഒരു ഐക്യരാഷ്ട്രസഭയുടെ കൂടെ ഒരു അനുമതിയോടുകൂടെ അങ്ങനെ അംഗീകരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. യോഗ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ക്ഷമതയും നമ്മളിലെ ഊർജവും അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യമുള്ള ജനത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ. സെക്രട്ടറി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. വല്ലപ്പുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന, പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഗോപകുമാർ, ICDS സൂപ്പർവൈസർ ഉമൈറ ബാനു, ഹെൽത്ത് ഇൻസ്പെക്ടർ രാംദാസ്, CDS ചെയർപേഴ്സൺ സലീന, വിനോദ എന്നിവർ സംസാരിച്ചു. യോഗ ഇൻസ്ട്രക്ടർ സുജിത്ത് യോഗ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് ജീവനക്കാർ, അംഗൻവാടി ടീച്ചർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങി 60ഓളം പേർ പങ്കെടുത്തു. പതിനൊന്നാം അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് താഴേക്കോട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗാ ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. കരിങ്കലത്താണി വനിതാ ITIയിലെ വിദ്യാർത്ഥികൾ, ജീവനക്കാർ, പൊതുജനങ്ങൾ, ആശാവർക്കർമാർ തുടങ്ങി 80ഓളം പേർക്ക് യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ CN അനൂപ് യോഗ പരിശീലനം നൽകി. യോഗാ ദിനത്തോടനുബന്ധിച്ച് താഴേക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ സ്ഥാപനത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ആവശ്യമുള്ളവർക്ക് മരുന്നും നൽകി. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NN സിന്ധുൽ യതീന്ദ്രനാഥ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് സെൻ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബേബി രഞ്ജിനി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ T അഞ്ജന, നഴ്സുമാരായ ഹിമ ഉണ്ണികൃഷ്ണൻ, M ഷഹാന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പാലിയേറ്റീവ് നഴ്സ് ബുഷറ, ITI പ്രിൻസിപ്പൽ അബ്ദുൽ ജലീൽ എന്നിവരും ക്യാമ്പിലെത്തിയിരുന്നു. മണ്ണാർക്കാട് ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ഫാമിലി മീറ്റും നടത്തി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജു ചിറയിൽ അധ്യക്ഷത വഹിച്ചു. UGS ഗ്രൂപ്പ് പാലാട്ട് റെസിഡൻസിയിൽ നടന്ന ചടങ്ങ് ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബിന് മണ്ണാർക്കാട് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടാവണമെന്ന നിർദ്ദേശം കയ്യടിയോടെയാണ് അംഗങ്ങൾ സ്വീകരിച്ചത്. ക്ലബ്ബ് മെനക്കെടാത്തൊരു കാര്യമുണ്ട്, LCF ഗ്രാന്റ്. നമുക്ക് ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിൽ നിന്ന് ഒരുപാട് ഗ്രാന്റ് കിട്ടാനായിട്ടുള്ള അവസരം കൂടെ ഉണ്ട്. ഈ വർഷത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ അദ്ദേഹം കിട്ടാവുന്ന ഗ്രാന്റുകളൊക്കെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടാണ് ജെയിംസ് പോൾ വളപ്പല ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇന്റർനാഷണൽ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾക്ക് ഗ്രാന്റ് കിട്ടുമെന്നതിനെ കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിലുണ്ട്. മണ്ണാർക്കാട് ക്ലബിന് സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ടെങ്കിൽ, ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ ബിൽഡിംഗ് പണി മുതൽ നമുക്ക് നല്ല പ്രൊജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ മണ്ണാർക്കാടിന് മാത്രമല്ല
ഈ പ്രദേശത്തുള്ള ഏത് ക്ലബിനും നമുക്ക് പ്രൊജക്റ്റുകൾ വാങ്ങാനായിട്ട് ഉണ്ട്. ഈ LCF ഗ്രാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ശരിക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. തുടർന്ന് നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പുതിയ പ്രസിഡന്റായി റിട്ടയർഡ് അധ്യാപകൻ സാംസൺ സെബാസ്റ്റ്യൻ ചുമതലയേറ്റു. വായനാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്വിസ് മത്സര വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. മണ്ണാർക്കാട് ALP സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനായി നൽകുന്ന ഫണ്ട് വിതരണം, കിഡ്നി രോഗികൾക്കുള്ള ചികിത്സാ സഹായം എന്നിവ വിതരണം ചെയ്തു. ഹോംഗാർഡ് ശശികുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. സുബ്രഹ്മണ്യന്റെ സെക്രട്ടറിയായും റെജിമോൻ ജോസഫിനെ ട്രഷററായും നിയമിച്ചു. ഡോക്ടർ ഷിബു, VJ ജോസഫ്, ബീന ജയമോൻ, കൃഷ്ണകുമാർ, കിഷോർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുമരമ്പത്തൂർ ലയൺസ് ക്ലബിൻ്റെ കാരുണ്യത്തിൽ നിർധന കുടുംബത്തിന് സ്നേഹവീടായി. കരിമ്പുഴ പഞ്ചായത്തിലെ കുലുക്കിലിയാട് പ്ലാക്കൂടത്ത് താമസിക്കുന്ന ഹനീഫയ്ക്ക് നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽ ദാനം കഴിഞ്ഞ ദിവസം നടന്നു. കുമരമ്പത്തൂർ ലയൺസ് ക്ലബ് മുൻകൈയെടുത്ത് KVR റസാഖ് എന്ന വ്യക്തിയുടെ സഹായത്തോടെയാണ് കരിമ്പുഴ പഞ്ചായത്തിലെ കുലുക്കിലിയാട് പ്ലാക്കൂട്ടത്ത് താമസിക്കുന്ന ഹനീഫയ്ക്ക് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. സ്നേഹവീടിന്റെ താക്കോൽ ദാനം ലയൺസ് ക്ലബ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KM അഷറഫ് നിർവഹിച്ചു. ഒരു വീട് വേണമെന്നൊരു സ്വപ്നം ഷെയർ ചെയ്തപ്പോൾ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി ഈ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്ന ഇന്നത്തെ നമ്മളെല്ലാവരുടെയും ഒരു മോഡലായി മാറിയ ലയൺസ് റസാഖ്, അതേപോലെ തന്നെ ഇന്നിവിടെ നോക്കുമ്പോൾ ഒരുപാട് ലയൺ ലീഡേഴ്സ്, പ്രത്യേകിച്ച് കുമരപ്പുത്തൂർ ലയൺസ് ക്ലബിലെ പ്രിയങ്കരായിട്ടുള്ള ലീഡേഴ്സ് സുരേഷ്, നിവിൻ പിന്നെ ചാർട്ടർ പ്രസിഡന്റ് ദേവദാസിന്റെ ഒരു കുറവ് മാത്രമാണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. കുമരമ്പത്തൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് മുജീബ് മല്ലിയിൽ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് സോണൽ ചെയർമാൻ ബാബു മൈക്രോ, സ്നേഹവീടിന്റെ പ്രൊജക്ട് ലീഡർ KVR റസാഖ്, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ M മോഹനൻ, അലനല്ലൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ്, ചെത്തല്ലൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബ് ചാർട്ടേഡ് പ്രസിഡന്റ് ഹരിദാസ്, കുന്തിപ്പുഴ ലയൺസ് ക്ലബ് വൈസ് പ്രസിഡന്റ് സുധീഷ്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺമാരായ PPK അബ്ദുറഹ്മാൻ, അസീസ്, കുമരമ്പത്തൂർ ലയൺസ് ക്ലബ് ഭാരവാഹികളായ മധുസൂദനൻ, വൈശാഖ്, പ്രവീൺ KT, കുമരമ്പത്തൂർ ലയൺസ് ക്ലബ് സെക്രട്ടറി സുരേഷ് VS, ട്രഷറർ നിഖിൽ PG എന്നിവർ പ്രസംഗിച്ചു. കുലുക്കലൂർ AUP സ്കൂളിൽ വായനാ വാരാഘോഷ പരിപാടികളുടെയും നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെയും ഉദ്ഘാടനം ഗിരീഷ് പുത്തഞ്ചേരി സ്മാരക ഗാനരചനാ അവാർഡ് ജേതാവ് രാജൻ മുളയങ്കാവ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് KR സുധീഷ് അധ്യക്ഷനായി. സ്റ്റാഫ് സെക്രട്ടറി പ്രദീപ്, PTA വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ, അധ്യാപകരായ ഗീത, പ്രദീപ്, മുജീബ്, ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ OP ഭവദാസൻ രാജൻ മുളയങ്കാവിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മണ്ണാർക്കാട് തെങ്കര മണലടിയിൽ വീടിന്റെ ഭിത്തി തകർന്ന വയോധിക മരിച്ച സംഭവം. UDF അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചെന്നാരോപിച്ച് LDF പ്രവർത്തകർ സെക്രട്ടറിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥയെ ഉപരോധിച്ചു. മരണം പോലും വോട്ടാക്കി മാറ്റാനാണ് MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചതെന്നും ആരോപണം. വീട് പൊളിക്കാൻ പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് സെക്രട്ടറി ഇൻചാർജ്. കണ്ടമംഗലം പുറ്റാനിക്കാട് ഭർത്തൃപിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം. യുവതി അറസ്റ്റിൽ. കളത്തുംപടിയൻ ഷബ്നയെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണാർക്കാട് നഗരസഭാ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും നൽകിയ ഗുളികയിൽ ലോഹക്കഷ്ണം കണ്ടെത്തിയ സംഭവം. സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. ജില്ലാ മെഡിക്കൽ ഓഫീസറോടും നഗരസഭാ സെക്രട്ടറിയോടും അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരം ചന്തപ്പുര ടൗണിൽ നിന്നിരുന്ന തണൽമരം അർദ്ധരാത്രിയിൽ സാമൂഹ്യവിരുദ്ധർ മുറിച്ചുമാറ്റി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളും. ശക്തമായ അന്വേഷണം വേണമെന്ന് ജനകീയ സമിതി. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന സംഭവം. സുരക്ഷയും പഠന സൗകര്യവും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ സമരത്തിൽ. സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥിതിയെന്നും വിദ്യാർത്ഥികൾ.